റെസ്പെക്റ്റഡ് ഋഷി സർ, ഐലേൺ IAS അക്കാഡമിയുടെ ഡയറക്ടേഴ്സ്, സിവിൽ സർവീസ് വിന്നേഴ്സ്, പിന്നെ പേരൻസ്, ബാക്കി ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്നിവിടെ ഈ വേദിയിൽ എത്തിച്ചേരുവാനും ഇവിടുത്തെ ഫെലിസിറ്റേഷൻ ഏറ്റുവാങ്ങുവാനുമായിട്ട്. കാരണം ഇത് ഒരു സ്പെഷ്യൽ ഒക്കേഷനാണ്, ഐലേണിൻ്റെ 10th ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞു. അത് ഓർക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ട് കുറേ നാളായിട്ട് ഞാൻ പ്രിപ്പറേഷൻ സീനിലുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് 2017 പ്രിലിംസ് എഴുതി പൊട്ടിയിട്ട് ആണ് ഐലേണിൽ ആദ്യമായിട്ട് വരുന്നത്. അന്ന് ഐലേൺ വേറെ ഒരു ഓഫീസ് പോലെ ആയിരുന്നു, നമ്മുടെ സ്പെൻസർ ജംഗ്ഷനിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേനും. ഞാൻ അതിനു മുന്നേ സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയിലായിരുന്നു. അന്ന് ഇവിടുത്തെ കോച്ചിങ് എക്കോസിസ്റ്റം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അധികം അങ്ങനെ നമുക്കൊരു തിരുവനന്തപുരം ഇതുവരെ ഒരു ഹബ്ബൊന്നുമായി മാറിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഐലേണിൽ എത്തുന്നത്. പ്രിലിംസ് കഴിഞ്ഞിട്ട് ഒരു ബോർഡർ പേഴ്സൺ ആയിരുന്നു ഞാൻ, കയറുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ അവിടെ വന്നിട്ട് മെയിൻ ടെസ്റ്റ് സീരീസിന് എന്തായാലും ചേരാമെന്നത് വിചാരിച്ചിട്ട് കയറുമ്പോഴാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഐലേണിൽ വരുന്നത്. അന്ന് ഷിന സാറുണ്ട്, എനിക്ക് TJ സാറിന് അറിയാം. പിന്നെ മെയിനായിട്ട് എൻ്റെ മെൻറ്റർ നിഖിൽ സാർ ആയിരുന്നു. സാറാണ് മെയിനായിട്ട് എനിക്ക് ഐലേണുമായിട്ടുള്ള ലിങ്ക് എന്ന് തന്നെ പറയാം. അതിനുശേഷം ഞാൻ അവിടെ 17 ഉണ്ടായിരുന്നു, 18 അറ്റംപ്റ്റ്സിനും ഒക്കെ ഞാൻ ട്രിവാൻഡ്രം നിന്നാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ ഐലേണുമായിട്ട് ഞാൻ ഫുൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് സീരീസ് എടുക്കുമായിരുന്നു. ഇതുകൂടാതെ 17 18 അറ്റംപ്റ്റ്സിൽ ഞാൻ പ്രിലിംസ് കയറിയില്ല. അപ്പോൾ ഒക്കെ ഞാൻ വളരെ ഡൗൺ ആകുമ്പോഴെല്ലാം നിഖിൽ സാറിന് എല്ലാ അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടും റിസൾട്ട് വരുന്നതിന് മുന്നേ മിക്കവാറും ഞാൻ പോയി കാണുമായിരുന്നു. അപ്പോൾ സാർ പറയും കുഴപ്പമില്ല, പഠിക്കുകയൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ സാർ എപ്പോഴും വളരെ പോസിറ്റീവായിട്ടായിരുന്നു എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ 19 ഞാൻ കയറുന്നത്. 19 ഇന്റർവ്യൂ കോൾ വന്നു. അപ്പോൾ പോലും എനിക്ക് അപ്പം കുറച്ച് പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ. ഞാൻ നേരെ സാറിൻ്റെ അടുത്ത് പോയി, ഇന്റർവ്യൂ കോൾ വന്നു. അപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ, ഈ സർവീസസ് ഒക്കെ വെച്ചോ, ഈ കാർഡാസൊക്കെ നല്ലതാണ്. അത് ഞാൻ അതേപടി വെക്കുകയായിരുന്നു ചെയ്തത്. അന്ന് അത്രയും ട്രസ്റ്റ് ഉണ്ടെങ്കിൽ സാർ എന്ത് പറഞ്ഞു അതുപോലെ ഞാൻ അങ്ങനെ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആ അറ്റംപ്റ്റ് കയറിയിട്ട് IRS IT പിന്നെ 2020 ബാച്ചിനാണ് അവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ അധികം ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നില്ല. ട്രെയിനിങ്ങും മറ്റുമായിട്ട് ഇവിടുന്ന് മാറേണ്ടി വന്നു, നാഗ്പൂർ. പിന്നെ ഞാൻ കർണാടകയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഫിസിക്കലി അത്ര അസോസിയേറ്റഡ് ആയിരുന്നില്ല. എങ്കിൽ പോലും ഞാൻ സാറുമായിട്ട് അധികം ടച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സാറിനോട് ചോദിച്ചാൽ സാറ് ഇത്ര നാളും എന്നോട് മിണ്ടിയിൽ അങ്ങനെ ഒരു അകൽച്ചയും കാണിക്കാതെ ഒരു ഇതും ഇല്ലാതെ എന്താണ് വേണ്ടതെന്നൊക്കെ എല്ലാം ചെയ്തു തരുന്നത്. അപ്പോൾ സാറിൻ്റെ ആ മനസ്സ് ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ സാർ ഒരിക്കലും അങ്ങനെ കാണിച്ചില്ല. എപ്പോഴും നമ്മുടെ ഒരു മെൻറ്റർ ഫിഗർ പോലെയായിരുന്നു സാർ ത്രൂ ഔട്ട്. ഈവൻ ഈ അറ്റംപ്റ്റിൽ പോലും ഞാൻ ഇന്റർവ്യൂവിൽ പോകുന്നതിന് മുന്നേ സാറിനോട് പറഞ്ഞു ഇങ്ങനെ വലിയൊരു കഥയൊക്കെയാണ് ഞാൻ ഈ തവണ എഴുതിയത്, ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെയാണ്. ഞാൻ പ്രഗ്നൻസിന്റെ സമയത്താണ് പ്രിപ്പയർ ചെയ്തത്. മോനുണ്ടായി ഒരു 2 വീക്സ് ഉണ്ടായിരുന്നുള്ളൂ മെയിൻസ് എഴുതാനായിട്ട്. സാർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ശരിയാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു എൻകറേജ്മെന്റ് ഫിഗർ ആയിരുന്നു സാർ എനിക്ക്. ഈവൻ ഞാൻ ഈ അറ്റംപ്റ്റിലും ഞാൻ അധികം ട്രിവാൻഡ്രം പോലെ എങ്ങും നിന്ന് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല, വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഐലേണിൻ്റെ ടെലിഗ്രാം ചാനലൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുമായിരുന്നു. ഒരു കോൺഫിഡൻസിന് ഇടയ്ക്കിടയ്ക്ക് അതിലെ ക്വിസൊക്കെ ചെയ്യും. പിന്നെ അവരുടെ ഒരു കമ്പൈലേഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ അതിൽ നിന്നൊക്കെ കുറേ ഞാൻ കോപ്പി അടിച്ചൊക്കെ എഴുതി വെച്ചായിരുന്നു പരീക്ഷയ്ക്ക് എഴുതാനായിട്ട്. അങ്ങനെ ഐലേൺ ഓൾവേസ് ഉണ്ട്, എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതവണ ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ട്. നേരത്തെ ഫെലിസിറ്റേഷനൊന്നും ഓരോരോ റീസൺസ് കാരണം ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്യാനോ അതോ അത് നടന്നില്ല, എന്തോ നടന്നിട്ടില്ല. അപ്പം ഏറ്റവും നല്ല ഈ റിസൾട്ട് കിട്ടിയ സമയത്ത് തന്നെ ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷം. ഇനിയും ഇതുപോലത്തെ ഫ്യൂച്ചർ ലീഡേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് ഐലേൺ മാറട്ടെ. അതുപോലെ തന്നെ ഇപ്പം സൂപ്പർ 30 എന്ന് പറയുന്ന വളരെ ഇൻസ്പയറിംഗ് ആയ ഒരു പ്രോഗ്രാമും അവർ തുടങ്ങുന്നു. അതും വളരെ വളരെ സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ പേരൻസിനും എല്ലാ ഫ്യൂച്ചർ സിവിൽ സർവീസ് വിന്നേഴ്സിനും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. ബാക്കി നമുക്കൊക്കെ ട്രെയിനിങ്ങിന് കാണാം. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.